ഇടുക്കി കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സിഐയെ വെള്ളപൂശി ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചത് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കമ്പമെട്ട് സിഐ ഷമീർ ഖാനെതിരെ നടപടിയുണ്ടാകില്ലെന്ന് പോലീസ് മേധാവിയും വ്യക്തമാക്കുന്നു. വഴിയോരത്തെ കടയിൽ കൂട്ടം കൂടി നിന്നവരെ തള്ളിമാറ്റുകയും കൂട്ടത്തിലുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർ മുരളീധരനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. നിലത്ത് വീണ മുരളീധരനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് കമ്പം സിഐ ഷമീർ ഖാന്റെ ഒപ്പമുള്ള മറ്റു പോലീസ് ഉദ്യോഗസ്ഥരാണ്. സഹപ്രവർത്തകർ പിടിച്ചെഴുന്നേൽപ്പിച്ച മുരളീധരനെ സിഐ വീണ്ടും മർദ്ദിച്ചു. എന്നാൽ ഇതെല്ലാം ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമെന്നാണ് കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോന്റെ കണ്ടെത്തൽ. മുരളീധരൻ അടക്കമുള്ളവർ മദ്യപിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു. പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് സിഐ സംഭവ സ്ഥലത്ത് എത്തിയതെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 1 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ ഇന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ലഭിച്ചത്. കമ്പമേട്ട് സിഐക്കെതിരെ നടപടിയുണ്ടാകില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. എന്നാൽ സംഭവത്തിൽ കോടതിയെ സമീപിക്കാനാണ് മർദ്ദനമേറ്റ മുരളീധരന്റെ തീരുമാനം. നീതി കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ പിന്നീടാണെങ്കിലും തീരുമാനം ചെയ്തതിലേക്ക് പോയത്. നമ്മൾ അവസാനം മനുഷ്യാവകാശ കമ്മീഷന് വരെ നമ്മൾ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇനി ഇതായില്ലേ കോടതിയും കൂടെ സമീപിക്കാം. മുഖ്യമന്ത്രിയുണ്ട്, കോടതിയും കൂടെ സമീപിച്ചിട്ട് തീരുമാനമായില്ലെങ്കിൽ മുഖ്യമന്ത്രിയും കൂടെ നമുക്ക് സമീപിച്ച് കാര്യങ്ങൾ. ഡിസംബർ 31-നാണ് കമ്പംമേട്ടിന് സമീപം കൂട്ടാറിൽ വെച്ച് മുരളീധരന് മർദ്ദനമേൽക്കുന്നത്. മർദ്ദനമേറ്റ് മുരളീധരന്റെ പല്ല് ഒടിഞ്ഞുപോയിരുന്നു. 1 മാസം മുമ്പാണ് കട്ടപ്പന ഡിവൈഎസ്പിക്കും ഇടുക്കി എസ്പിക്കും മുരളീധരൻ പരാതി നൽകിയത്. മുരളീധരൻ ഉൾപ്പെടുന്ന സംഘം മദ്യപിച്ച് പടക്കം പൊട്ടുകയും പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാതിരിക്കുകയും ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.